ലെറ്റ്സ് മേക്ക് സാബുദാന വട. നല്ല സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സാബുദാന വട ചട്നിയിൽ മുക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൊവ്വരി ഇങ്ങനെ ഇതുപോലെ ഓവർനൈറ്റ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ബോയിൽഡ് പൊട്ടാറ്റോ, പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജീരകം, കായം, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസ്, നമ്മുടെ മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളക്. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കപ്പലണ്ടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, ക്രഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം അതും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വട ആക്കിയെടുക്കാം. പക്ഷെ സാധാരണ സാബുദാന വട നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മളതങ്ങ് കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ലൊരു ഗ്രീൻ ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ചൂട് ചായയുടെ കൂടെ സാബുദാന വട എൻജോയ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സേവ് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.